വളരെ ദുഃഖകരമായ സംഭവമാണ്. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ നിലയിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് അതിൻ്റെ ഫുൾ ടീം ഇപ്പോൾ അതിൻ്റെ മറ്റ് തെരച്ചിലും മറ്റും നടത്തി വരികയാണ്. മെഡിക്കൽ ടീം സാധ്യമാകുന്ന എല്ലാ മെഡിക്കൽ ടീമും മറ്റ് തൊട്ടടുത്ത ജില്ലയിൽ നിന്നുൾപ്പെടെ സാധ്യമാകുന്ന എല്ലാ മെഡിക്കൽ ടീമും വന്നിട്ടുണ്ട്. 7 ഡെത്താണ് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുന്നത്. 5 ബോഡി പാർട്സാണ്. 5 ബോഡി പാർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് 7+5 എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ചൂരൽമലയിലൊക്കെ നമ്മൾ കണ്ടാണല്ലോ, ഒരേ ആൾ തന്നെ വ്യത്യസ്ത ബോഡി പാർട്സായിട്ട് വരാം. എന്തായാലും 7 ഡെത്തും 5 ബോഡി പാർട്സുമായിട്ട് കണ്ടു. ബാക്കി 10 പേര് അഡ്മിറ്റാണ്. അതിൽ വളരെ 5 പേരുടെ കുറച്ച് ക്രിട്ടിക്കലാണ്. കോൺട്രാക്ടർ ഉൾപ്പെടെയുണ്ട്. ആ നിലയിൽ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും മെഡിക്കൽ ടീമും മറ്റും ചെയ്ത് വരികയാണ്. ഡോക്ടേഴ്സിൻ്റെ ഒരു ടീമുണ്ട്. പാലക്കാട് നിന്നൊരു സ്പെഷ്യൽ ടീം വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു ടീം വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ചെയ്തു വരികയാണ്. ജില്ലാ കളക്ടറുമായും മറ്റ് ബന്ധപ്പെട്ട അധികാരികളുമായും ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ എല്ലാം ഒരു ടീമായി ചെയ്യുന്നു. ഇപ്പോൾ സംഭവ സ്ഥലത്ത് MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റുമുണ്ട്. മന്ത്രി ശ്രീ രാജൻ തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. വാസവൻ മിനിസ്റ്റർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് നമ്മളിപ്പോൾ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ്. ഇതിൽ 10-40ഓളം പേരുണ്ട് എന്നുള്ള ഒരു അനുമാനമാണ് പൊതുവേ ഉള്ളതെങ്കിലും അത് പൊതുവേ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടേ നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കും.